ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാത്ത വിഷയമാണ്. അവിടെ ഇത്ര സ്ഥലം ഉള്ളായിരുന്നു. ഞാൻ അണ്ണാന്ന് വിളിച്ചത്, നമുക്കറിയില്ലല്ലോ പോലീസ്. അന്ന് വെച്ച് പുറമോട്ട് എടുക്കാൻ പറഞ്ഞു. അത് നിനക്ക് എന്താ പുറമോട്ട് എടുക്കാൻ എന്താണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അപ്പം ഞാൻ നീ ആരാണ് നീന്ന് വിളിക്കാൻ, ഞാൻ നിങ്ങളെ അണ്ണാന്ന് വേണ്ടി വിളിച്ചത്. അപ്പോൾ അയാൾ വണ്ടി ഒതുക്കിയിട്ട് എനിക്ക് ഇത്രയും സാധനം മതിയോടെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഭാര്യ കുഞ്ഞും വണ്ടി ഇരിപ്പുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരിക. അപ്പം ഇയാൾ ചോദിച്ചു, നിനക്ക് എന്നെ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ആദ്യം ഇവിടെ കാണാം. ഞാൻ പിന്നെ നീന്ന് വിളിച്ചു. അപ്പോൾ അതേ പതിക്കാൻ പറ്റൂ, ഞാൻ ഇവിടെ ആദ്യം എൻ്റെ വീട് അപ്പുറത്താണ്. ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ ഷോളിൽ കയറി പിടിച്ചു. അപ്പോൾ ഞാൻ കയറി പിടിച്ചുള്ളി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് പോവാം, വണ്ടി കയറാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഒരു 6:45 മണിയായി. ഞാൻ ചിറ്റപ്പൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഫോൺ വന്നു. അപ്പം നീ എവിടെയാണെന്ന് ചോദിച്ചൊരു ഫോൺ വന്നു. ഇവിടെ സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നപ്പം ഞാൻ പറയാൻ കൊല്ലത്തിരിക്കുക, നീ സ്റ്റേഷനിൽ വന്ന് വരണം, ഇപ്പം തന്നെ വരണം. ഞാൻ സാറേ ഇന്നിന് വരാൻ പറ്റില്ല, കുറച്ച് സുഖമില്ല, അവിടെ പോകാം. നീ ഇപ്പോൾ വരുന്നോ ഇല്ലയോ എന്ന് വെച്ചിട്ട് ഇവരെൻ്റെ ഫോൺ ട്രേസ് ചെയ്തു. അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്നു. വീട്ടിലല്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലവിടെ വന്ന് അവരെ ഹോട്ടലിൽ കയറ്റിയിരിക്കും. നിങ്ങൾ ഒന്നും കഴിച്ചില്ല, നിങ്ങൾ വല്ലതും കഴിക്കും. ഞാൻ പൈസ മേടിച്ചുകൊണ്ട് വരാം, എൻ്റെ പൈസ ഞാൻ തീർന്നു പോയത്. ഞാൻ ഹോട്ടലിലോട്ട് കയറിയതും ഇഞ്ചക്കട്ട് ശില്പല്ല ബാറിലെ വർക്ക് ചെയ്യുന്നത്. പൈസ കൊടുക്കൊണ്ട് കയറിയതും എന്നെ ഷോൾഡറിൽ വന്ന് റൈറ്റർ സാർ എനിക്ക് ഇടാക്കുക വന്ന് പിടിച്ചിട്ട് രജിസ്റ്റർ നീ പെട്ടു എന്നും പറഞ്ഞ് പിടിച്ചുള്ള പോകുമായിരുന്നു. അത് വന്നത് ഒരു പേഴ്സണൽ കാറില്ല, ഒരു ചുമന്ന വാഗണറിൽ വന്ന് കുറേ കയറ്റി മുമ്പ് ഈ പ്രൊഡ്യൂസർ കിട്ടുന്നുണ്ട്. വന്നങ്ങോട്ട് കുറേ ഉടങ്ങി കുഞ്ചങ്ങ് നിർത്തുകയല്ലേ കാറിനകത്ത് ഇട്ടിക്കുക. അവിടുന്ന് തുടങ്ങി ഇടി പൂവറ്റു പോയി, അവിടുന്ന് പെരുങ്കളം, ഇവിടുന്ന് പള്ളിക്ക് വഴി ഗണമ്പലം വഴി സ്റ്റേഷനകത്ത് 1-1.5 മണിക്കൂർ ഇടിച്ചെന്ന് വെച്ചാൽ പഴുത്ത് അങ്ങനെ സ്റ്റേഷനകത്ത് കയറി. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എന്തിനാ സാറേ എന്നെ ഇങ്ങനെ, ഞാൻ നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നത് തന്നെ. അങ്ങനെ ഫ്രീസർ ചെവുക്കുറ്റി കയറും തോന്നി. അപ്പോൾ എൻ്റെ കണ്ണ് നിങ്ങൾ പോയി ഞാൻ ഫ്രീസറിൻ്റെ ടേബിളിൽ മണ്ടലോട്ട് വീണപ്പോൾ എന്നെ കമത്തിയാൻ കിടത്തി. ഒരു സാധനം ഇവിടെ പിടിച്ച്, രണ്ടുപേരും ഇവിടെ താങ്ങി പിടിച്ചു. എന്നിട്ട് കാല് മടക്കി വെച്ചിട്ട് നേരത്തിൻ്റെ ലാത്തി വെച്ച് 4 പേരാണ് കാട്ടിട്ട് ഞാൻ 2 നിർത്തുമായിരിക്കുന്നു. ഒരു 10-50 അടി. നമ്മളെൻ്റെ പൊന്ന് സാറേ എനിക്ക് വെരിക്കോസ് ഉള്ളത്, എല്ലാവരും ഇപ്പം പൊട്ടു പറഞ്ഞ് പൊട്ടട്ടം ചാകുള്ളൂ. ഞാൻ പിന്നെ എന്നെ മെഡിക്കലൊക്കെ കൊണ്ടുവരുന്നത് 1:30. അതും കഴിഞ്ഞ് തിരിച്ചവിടെ വന്നപ്പോൾ കാണുന്നവരെല്ലാം പറക്കി അടിച്ചടിച്ചാണ് പോകുന്നത്. അല്ല, ഇത് ഇവിടെ നടന്നിട്ടുള്ള സംഭവം എല്ലാവർക്കും വ്യക്തമായിരുന്നു. 2 വാഹനങ്ങൾ, 2 കാറുകൾ ചെറിയ വഴിയിൽ കൂടെ വരുന്ന സാഹചര്യത്തിൽ സിവിൽ ഡ്രസ്സിൽ വന്ന ഒരു പോലീസുകാരനും ഹരീഷും, അപ്പോൾ വണ്ടി ചെറിയ റോഡിൽ ഒരുമിച്ച് വന്നപ്പോൾ പിന്നോട്ട് എടുക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടെ അകാരണമായി പോലീസിൻ്റെ ഹുങ്ക്, അധികാര മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ അസഭ്യം പറയുകയും തുടർന്ന് അദ്ദേഹത്തെ അതിമൃഗീയമായി കുനിച്ചു നിർത്തി ഇടിച്ചും പലതരത്തിൽ വണ്ടിയിൽ കാറിനകത്ത് കയറ്റി ഇടിക്കുകയും പിന്നെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റേഷനിലിട്ട് ഒരു ദിവസം പൂർണ്ണമായി അദ്ദേഹത്തെ മർദ്ദിച്ച് അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, ശരീരമാസകലം പരിക്കേറ്റ് അദ്ദേഹം അനങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഇത് പോലീസിൻ്റെ നരനായാട്ടാണിത്. ഇത് വെച്ച് പൂർപ്പിക്കാൻ നമുക്ക് തയ്യാറല്ല. കാരണം നമുക്കറിയാം, വന്ന പോലീസുകാരൻ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പ്രദീപ്, അദ്ദേഹം മദ്യലഹരിയിലായിരുന്നു ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം അല്ലെങ്കിൽ ഈ തരത്തിൽ ഇത്രയും നികൃഷ്ടമായ രീതിയിൽ ഒരു മനുഷ്യനെ അതിമൃഗീയമായി, അതിനപ്പുറം എന്താ വാക്ക് പറയാം, ആ വാക്കാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. കാരണം അത്രത്തോളം ഒരു മനുഷ്യത്വം ഇല്ലാതെ മൃഗങ്ങളെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ആ തരത്തിൽ ഹരീഷിനെ വളരെ മർദ്ദിച്ച് അവശനാക്കിയിരിക്കുകയാണ്. എന്നിട്ട് അസഭ്യം പറയുകയും അദ്ദേഹത്തെ നഗ്നനായി സ്റ്റേഷൻ നിർത്തുക. കുടുംബാംഗങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ നഗ്നനായി സ്റ്റേഷൻ നിർത്തുകയാണ് പരസ്യമായി. അപ്പോൾ അത്തരത്തിൽ ഇത് സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലാണ് ഇവിടെ സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ SI പ്രദീപിൻ്റെ തോന്നിവാസം അടിയന്തരമായി ഞങ്ങളിപ്പോൾ SP-യെയും മറ്റ് മേലുദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അടക്കം അമിത്ഷാജി അടക്കം ഞങ്ങൾ പരാതി കൊടുക്കും. നടപടി ഉണ്ടാവണം. ഇത്രയും ക്രൂരത കാണിച്ച SI പ്രദീപിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടില്ലെങ്കിൽ അത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് ഇവിടെ വഴിയൊരുക്കും. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഇത്രയും ക്രൂരത കാണിച്ച ഏത് ഉദ്യോഗസ്ഥനായിക്കോട്ടെ അവരോടൊക്കെ പറയേണ്ട ഒരു രീതി ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു. കിട്ടിയിരിക്കും, യാതൊരു സംശയവുമില്ല. ഈ തരത്തിൽ നമ്മുടെ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ചാൽ വീട്ടിൽ പറഞ്ഞിട്ട് വേണം വരാൻ. അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി സംഘടനാപരമായും കായികപരമായും നിയമപരമായും ഞങ്ങൾ നേരിടും. ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും നീയൊക്കെ ഒന്ന് പേടിച്ചോണം. ഞങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ നിയമപരമായിട്ടും എല്ലാ രീതിയിലും ആലോചിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും.
ഓപ്പോസിറ്റ് വരികയായിരുന്നു. കാരണം അപ്പോൾ 2 വണ്ടി പോകാനുള്ളൊരു ചെറിയ വഴിയായിരുന്നു. അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞൊന്ന് ബാക്കിലോട്ട് എടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടായി. യൂണിഫോമിലല്ല, സിവിൽ ഡ്രസ്സിലായിരുന്നു, പ്രൈവറ്റ്. അദ്ദേഹം പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷന് പോകുമെന്നാണ് പറഞ്ഞത്. ഈ 6:30-6:30 ഈ എവിടെ പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻ? ഈ 6:30 പള്ളിക്കൽ. പിന്നീട് ഇതേപോലെ അങ്ങോട്ട് പിന്നെ ഒരു സംസാരം വന്നു. പിന്നെ മദ്യപിച്ചിട്ടാണോ വണ്ടി ഓട്ടിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ സംസാരം വന്നു. അങ്ങനെ അദ്ദേഹം പിന്നെ അങ്ങോട്ട് കോളറെ കയറി പിടിച്ച്, ഇങ്ങോട്ടും കോളറെ കയറി പിടിച്ച് അവസാനം പറഞ്ഞു, കൈ തോക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ അങ്ങ് വെടിവെച്ച് കൊന്നേനെ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വെടിവെച്ചങ്ങ് കൊന്നേനെ. ഇല്ല, നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെ നമ്മൾ കാണുന്നത് പോലും. ഉദ്യോഗസ്ഥനാണെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. ഉപദ്രവിച്ചെന്ന് പറഞ്ഞത് പിന്നെ ആദ്യം പിന്നെ കാറിനകത്ത് വിളിച്ച് കൊണ്ടുപോയിട്ട് 7:30 ആയപ്പോൾ വണ്ടി കയറ്റിയതാ. 9 മണി 9:30 വരെയും ആ വണ്ടിയിലിട്ട് ക്രൂരമർദ്ദനമായിരുന്നെന്നാണ് പറഞ്ഞത്. കാരണം നീന്നിരിക്കാൻ പോലും സമ്മതിച്ചില്ല. ഇഞ്ചക്കാട് ശില്പ ബാറിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് പിടിക്കുന്നത്. പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതറിഞ്ഞില്ല. 9:30 വരെയും അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്താണ് ഞാനും എൻ്റെ മോളും കൂടെ റോഡിൽ നിന്നത്. റോഡിൽ നിൽക്കുവാ ഞങ്ങൾ. മൊബൈലിൽ വിളിക്കുകയെല്ലാം ചെയ്തു ഇദ്ദേഹത്തിന്? നിങ്ങൾ ഇല്ല, എൻ്റെ കയ്യിലായിരുന്നു മൊബൈൽ. പുള്ളിയുടെ മൊബൈൽ പോലും വരെ എൻ്റെ കയ്യിലായി. വിളിച്ചിട്ട് എവിടെ അത് തിരക്കാൻ പോലും പറ്റാത്ത ചേട്ടാ. അദ്ദേഹത്തിന്റെ ബാറിൽ നിന്ന് ആളിറങ്ങി വന്നപ്പോഴാണ് അവർ പറഞ്ഞ ചേച്ചി ഇതേപോലെ അണ്ണനെ പോലീസുകാർ കൊണ്ടുപോയിട്ട് ഒത്തിരി നേരമായി, ചേച്ചി ഇതുവരെ പോയില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടില്ല കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ ഇല്ല ചേച്ചി, അവര് പിന്നെ പോലീസ് വണ്ടിയിലല്ല, സാധാ ഒരു കാറിനകത്ത് അവർ കൊണ്ടുപോയത്. ഒരു 3-4 കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിന്റെ ചേട്ടനെയും ചിറ്റപ്പനെയൊക്കെ വിളിച്ച് വരുത്തി അവർ സ്റ്റേഷനിൽ പോയി. അവർ സ്റ്റേഷനിൽ ചെന്നപ്പോഴും സിറ്റുവേഷൻ ഇതേപോലെ അടിവസ്ത്രം ഇട്ടിട്ട് നിർത്തിയേക്കുവാണ്. അടിച്ചു നൂത്തിട്ടുണ്ട്. നീന്നിരിക്കാൻ പോലും വയ്യാത്ത. ഭക്ഷണം വല്ലതും കഴിച്ചതായിട്ട് വല്ലതും പറഞ്ഞപ്പോഴോ? ആഹാരം ഒന്നും കൊടുത്തില്ല. പിന്നെ ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് മാറിപ്പോയത്? നമ്മൾ ബാറിൽ പോകാറില്ല, നമ്മളതിന്റെ ഓപ്പോസിറ്റ് ഒരു കട നല്ല നമ്മൾ അവിടെ ഫുഡ് കഴിക്കുന്നത്. ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാക്കിയിട്ട് ഹസ്ബൻഡിന് അവിടെ സാറുമാരെ ആരുടെ പറഞ്ഞു. ആര് ലീവായിരുന്നു? എൻ്റെ ഹസ്ബൻഡ് ലീവ്. ഹസ്ബൻഡിന് എവിടെയാണ് ജോലി? ബാറിലാണെങ്കിൽ അത് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് നിങ്ങൾ ഫുഡ് വാങ്ങിച്ച് കഴിക്കും, ഞാൻ പോയി സാറിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ ആളുടെ കാണുന്ന സ്റ്റേഷനിൽ പോയാണ് ഇന്നലെ ഉച്ചയ്ക്ക് പോയി സ്റ്റേഷനിലാണ് ആളുടെ പോയി കാണുന്നത്. കോടതിയിൽ ചെന്നപ്പോൾ നമുക്ക് എന്തോ തോന്നി? അവിടെ ന്യായത്തിന്റെ ഭാഗം നമുക്ക് നീതി കിട്ടി. ഇപ്പോൾ കോടതി ഇതാണ് ജഡ്ജി മുഖാന്തരമാണ് കേസെടുത്തിരിക്കുന്നത്. നിൽക്കാനും അവിടെ നിന്ന് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അതുപോലെ ആ സിറ്റുവേഷൻ കണ്ടപ്പോൾ ജഡ്ജിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായി. എന്തുപോലെ ആ SIക്കെതിരെ നിയമ നടപടി ഉണ്ടാവും. ഞാൻ ഹരീഷിൻ്റെ ജ്യേഷ്ഠനാണ്. എനിക്ക് 9:30-ഒക്കെയാണ് ഈ കറക്റ്റ് എന്നെ വിളിച്ചറിയിക്കുന്നത് ഹരീഷ് അറസ്റ്റിലായിട്ട് പറഞ്ഞു. ഞാനങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പുള്ളി ലോക്കപ്പിനകത്ത് കിടക്കണം. ലോക്കപ്പിനകത്ത് കിടക്കുന്ന സമയം ജെറ്റിക്കൊണ്ടാണ് കിടക്കണം. ഞാൻ ചെന്ന് അദ്ദേഹത്തെ കാണാൻ നോക്കി. പോലീസുകാർ തുടങ്ങിയത് ഞാൻ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞു. ഞാൻ എന്തോ കേസെന്ന് വെച്ചാൽ പറഞ്ഞൊരു പോലീസ് അടിച്ചു എന്നുള്ള ഒരു കേസാണ്, അതുകൊണ്ട് അദ്ദേഹം ഇറക്കാൻ പറ്റത്തില്ല, റിമാൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് റിമാൻഡ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് കുറേ അന്നേരം ജെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ ചോദിച്ചു, സാറേ എടുക്കാനും കൂടെ എന്ന് ചോദിച്ചു. മാനുഷിക പരിഗണന എന്ന് പറഞ്ഞ് ഇതിനകത്ത് കെട്ടിത്തൂങ്ങി ചത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിത്തം പറയേണ്ടി വരും. അതുകൊണ്ട് നാളെ കോടതി കൊണ്ടുപോയി ഡ്രസ് കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു ഒരു ഫാൻസ് വാങ്ങിച്ചത്. അങ്ങനെ ഞാൻ രാത്രി 10 മണിക്ക് ഫാൻസ് മേടിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഇന്നപ്പം 2 പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടുത്തെ സിനിമാ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ, ഫാൻസൊക്കെ മാറി ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കണം എന്ന് പറഞ്ഞൊരു എൻ്റെ തള്ളയ്ക്കാണ് വിളിച്ചത്. അങ്ങനത്തെ ഒരു വിളി വിളിച്ചത്. ഞാനത് ഞാൻ സഹിച്ച് ഇനി ഇറങ്ങിപ്പോരുവാണ്. കാര്യം അതൊക്കെ ഒരു മാനുഷിക പരിഗണന കിട്ടുന്നതിലൊരു ജനമൈത്രി എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ അങ്ങനെയുള്ള ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ജാമ്യം എടുക്കാൻ ഒരാൾ നമ്മൾ ഇദ്ദേഹത്തെ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് കത്തിച്ചെന്നുള്ള സീൻ കാണുന്നു. അത് വക്കീലും കാണുന്നു, ജഡ്ജി
ജഡ്ജി ഡയറക്റ്റ് കണ്ടതും ജഡ്ജി സ്വമേധയാ കേസെടുത്തതും ആ രീതിയിലാണ് അദ്ദേഹത്തെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ രാത്രി 10 മണിക്ക്. കാര്യം ഞങ്ങൾ ഇവിടുന്ന് ഡോക്ടർ പിന്നെ ആദ്യം ഒരു ഗുളികയ്ക്ക് എഴുതി തന്ന് വേദനയ്ക്കുള്ള ഗുളികയ്ക്ക് എഴുതി തന്നിട്ട് അങ്ങ് വീട്ടിൽ പറഞ്ഞു വിട്ടിരുന്നെങ്കിലും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ നേരം ഛർദ്ദിക്കുകയും അതിൻ്റെ ഒരു വീണ്ടും രാത്രി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് 10 മണിക്കൂർ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. ഭക്ഷണം കഴിച്ചു ഛർദ്ദിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്ത് നിമിഷമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കാം. നിലവിൽ അഡ്മിറ്റ് ആണോ? പിന്നെ ഇപ്പോൾ അഡ്മിറ്റാണ്.